ഹലോ അളിയ എന്നാ ഇറങ്ങണേ? അല്ല ഞാൻ പോയാ നീ താങ്ങോളിയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഇവനെ രാത്രിയിൽ അന്ന് ഇവിടെ ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവനെ വണ്ടർലേ കൊണ്ടുപോയി. വണ്ടർലേ പോയപ്പം പനി പിടിച്ചിങ്ങനെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ അളിയ വണ്ടർലേ ചെന്നപ്പോ ഞാൻ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ ഒരുത്തനും ലാൻഡ് റൈഡിലും കേറണ്ട, വാട്ടർ റൈഡിലും. എന്റെ കാര്യം നിന്റെ കാര്യം വിട്ടോ, ബാക്കി 12 പേരുണ്ട് എല്ലാം കൂടെ. ഞാൻ മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പള് സ്കൂളല്ലേ എനിക്കൊന്ന് ഞാൻ പറയട്ടെ, ഓൾഡ് ഏജ് ഹോമിന്ന് ട്രിപ്പ്. അതെ ചന്ദ്രനൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓൾഡ് ഏജ് ഹോമിൽ ഒരു ട്രിപ്പ് അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ അവിടെ വഴി നിൽക്കുന്നു. ഗൈസ് എല്ലാത്തിനും ഓരോ റൈഡ് കാണുമ്പോഴും എല്ലാവർക്കും പേടിയാ, ഒന്നിലും കേറുന്നില്ല. ഇവർക്ക് വയസ്സായ പോലെ ഇങ്ങനെ ഇരിക്കുക, ഒന്നിലും കേറാ. ചന്ദ്രൻ പറയാ ഞാൻ ഈ റൈഡിൽ കയറുന്നില്ല, എനിക്ക് പനിയാണെന്ന്. റോളർ കോസ്റ്റർ കയറിയ പനി കൂടുകൂടാ. പേടിച്ചു തൂറിയെന്ന് പറയണം, മനസ്സിലായോ? ഞാൻ അവിടെ കയറി മടുത്ത അറിയോ? പിന്നെ നിന്റെ പനി മാറിയിട്ട് നീ വരുവന്നാ പനി മാറിയിട്ട് നീ എഴുതി വെച്ചോ. ഞാൻ ഈ ലൈവില് പറയാം, പനി മാറിയിട്ട് നീ പറയുന്ന റൈഡില് ഞാൻ കൈവിട്ടിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. കണ്ടല്ലോ എത്ര പേര് 18,000 കൈവണി പിടിച്ചോട്ടോ, കൈവണി പിടിച്ചോ. അല്ലെ ഞാൻ ഇത് എന്റെ വാക്കാണ്, എന്റെ വാക്ക്. എന്നിട്ട് ഞാൻ മറ്റേ ആർട്ടിഫിഷ്യൽ സീ ഇല്ലേ അവിടത്തെ, അവിടെ മുങ്ങാങ്കുഴി ആർട്ടിഫിഷ്യൽ സീയാ, വേപ്പൂൾ അതിനാണ് ആർട്ടിഫിഷ്യൽ സീ. വിൻഡ് മെസ്സേജ്. അപ്പൊ കോ ലീഡർ ആകാൻ വേറെ ആരും തപ്പണ്ട, ഞാനിവിടെ ഉണ്ട്. MRC ഗോഗു. നൈസ് ഗോഗു. പോരാടാ പട്ടി. അയ്യോ സിറ്റി ഇല്ല, നിങ്ങളെല്ലാം കേറാൻ പറ്റുന്നില്ല. എന്റെ 5M പോലും ഓപ്പൺ ആവണില്ല. ചന്ദ്ര നീ പോടാ വേറെ ഗ്യാങ്. ശരിക്കും നീ പോളിയാ? ഞാൻ കാര്യം പറയട്ടെ അളിയ, ഞാൻ എന്തിനു പോണം? അതാണ് എന്റെ ചോദ്യം. എന്തിന് നമ്മൾ TV പോണം? എന്തിനു പോണം TV? അതെ ചോദ്യം. അതായത് TV എന്നുള്ള സാധനം അത് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് വേറെ അടുത്ത് ചോദിക്കാൻ നല്ലതാണ്. കാരണം TV നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ഇത് ഉണ്ടാക്കിയല്ലേ TV. ഞാനല്ലേ മെയിൻ ആയിട്ട് നിന്നിട്ട് ടിവിയുടെ ആ ഒരു പേരൊക്കെ ഇട്ടാണ് ഞാനല്ലേ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാളിയാ അതില്. നീ ടുബോറിനെടുത്ത് വെച്ച് നോക്ക്, TV പോലും കളിക്കാത്ത ഇതുവരെ. അല്ല പേരിട്ട ടുബോർഗിന് TVയുടെ വീട് ഫുൾ ഫോം ടുബോർഗ് കണ്ടുപിടിച്ചേ. പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ലേ, ഓർമ്മയില്ല അന്നത്തെ? അതാണ് തലയിൽ എന്തായിരുന്നു അതുപോലും അറിയില്ലേ, കോളീഡർ ആണ് പോലും മാറ്റുന്ന സമയം. നമ്മള് ബോൺ TV ആണ്. നാളെ ഇത് നിർത്തേണ്ടി വന്നാലും അളിയാ TV റിട്ടയർ ആയി. അതിലൊരു ഗെത്തുണ്ട്. ഇത് നിക്കുവാണെങ്കിൽ എന്താ നിക്കുന്നതെന്ന് അറിയാമോ നിനക്ക്? RP മാത്രമേ നിക്കുള്ളൂ. അത് ഉടനെ അറിയൂ എല്ലാരും. അത് RP മാത്രമേ നിക്കുള്ളൂ. RP ഗ്യാങ് നിക്കുവാണെങ്കിൽ ഈ പേര് ഇവിടെ കുറച്ച് നാൾ ഉണ്ടാവുള്ളൂ. അതെന്റെ ഉറപ്പാ, അതെന്റെ വാക്കാ. അത് ഞാൻ ഉറപ്പ് പറയാം, അതെന്റെ വാക്കാണ്. അത് ഇവിടെ ഉണ്ടാവും, കുറച്ചധികം നാളിവിടെ ഉണ്ടാവും ഗൈസ്. അതൊരു ബിഗ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അടുത്ത് പറയാം. അത് 6 വർഷം പോണ്. 6 വർഷം പോണ്. 5ാം ക്ലാസ്സിൽ TVയുടെ RP കാണാൻ തുടങ്ങിയപ്പോ ഇപ്പൊ 10ാം ക്ലാസ്സിലാ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, അവൻ മെച്ചൂർഡായി. അല്ലെങ്കിൽ അവൻ 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും ഇല്ലടാ RP ഓഡിയൻസ് ആയിട്ട് നമുക്ക്. അല്ലെ ഞാൻ ആ ഒരു ഇത് പറഞ്ഞതാ, ഐശ്വര്യ പറഞ്ഞതാ. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച് എടുത്ത കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ +2 കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ? അവനിപ്പം ജോലി കയറി. എത്ര പറയുന്നുണ്ടെന്നറിയോ അതൊക്കെ. സോ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും 16-21 കണ്ട നോക്ക്. 13-18 അടാ അതാ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ കേസ്. ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 പേര് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. TVA അത്രേ ഉള്ളൂ. ഒരു ലീഡർ
ഒരു ലീഡർ ഒരു ഗ്യാങ്, മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. കോഹ്ലിഡറിനെ പറഞ്ഞാൽ ചിലപ്പോ അവന് വിഷമം. കോഹ്ലിഡേഴ്സ് നമുക്ക് ഇങ്ങനെ ഇല്ല, ഇല്ല, അല്ല നമുക്ക് കോഹ്ലിഡേഴ്സ് മാറി വരാന്നുണ്ട്, നമുക്ക് അറിയാമല്ലോ. കോഹ്ലിഡേഴ്സ് കുറച്ച് പേര് ഞാൻ മാറിയിട്ടില്ല. പക്ഷെ അവൻ മാറിയിട്ടില്ല. മാറ്റും, ഉടനെ മാറ്റും, അത് ഉടനെ ഉണ്ടാവും. സോ അതൊക്കെയാണ് കാര്യം കഴിച്ചത്. എനിക്കല്ലാതെ വേറെ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതൊന്നും ഇല്ല. ഈ അനാവശ്യ കാര്യങ്ങളിലോട്ട് നമ്മളെ ഡ്രാഗ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യും ബ്രോ. സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കാണിക്ക്, എന്നിട്ട് നിങ്ങൾ കുണ പറ. അത് കേൾക്കുമ്പോൾ പിന്നെ ഒരു ഇതുണ്ട്. ഇപ്പൊ 2 വട്ടം നിങ്ങൾ ഇതായിട്ടിരുന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ തല്ലും കൊണ്ട് മറ്റേ കരഞ്ഞു മെഴുകി അങ്ങനെ പോയിരിക്കുമല്ലേ. നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇതായിട്ട് മാസടിക്കുക. ഞങ്ങളെ പോലത്തെ ഒരു ലെജൻഡറി ഗ്യാങ്, ഞാൻ ഇതങ്ങ് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് തുറന്നങ്ങ് പറയാൻ പോവുക. ഞങ്ങളെ പോലത്തെ ലെജൻഡറി ഗ്യാങ് ചിലപ്പോൾ ഒരു വാറ് തോപ്പിക്കാൻ മാക്സിമം അതൊക്കെ ഞങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഞങ്ങളൊരു വാറ് നോക്കുക, അതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കൂടിപ്പോയാൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വളരാനായിട്ടില്ല ബ്രോ. സത്യം മനസ്സിലാക്കണം, ആ സത്യം മനസ്സിലാക്കണം.